Hi, hello guys. Welcome back to EduConnect. Welcome back to the world of physics. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്നത് +1 ചാപ്റ്റർ 1 ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. പാർട്ട് 1 നമുക്ക് പോവാം. പാർട്ട് 1 ആണ്. അപ്പം ഈ പാർട്ട് 1 നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പം നമുക്കറിയാമല്ലേ, കുറേ അധികം യൂണിറ്റ്സ് നമ്മളെ ഈ ഒരു ഫിസിക്സ് എന്ന് പറഞ്ഞൊരിതിൽ കുറേ അധികം യൂണിറ്റ്സ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം ആ യൂണിറ്റ്സിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ് അണ്ടർസ്റ്റാൻഡ് സം ടേം ബിഫോർ വി സ്റ്റാർട്ട് ദിസ് ടോപ്പിക്. ഈ ടോപ്പിക് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. വെയിറ്റ്, ഹൈറ്റ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, പ്രഷർ. ഈ ഒരു 6 കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ബേസിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. വാട്ട് ആർ ദീസ് ക്വാണ്ടിറ്റി കോൾഡ് ഇൻ ഫിസിക്സ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി നമുക്ക് മെഷറബിൾ ആണെങ്കിൽ, അളന്നു നോക്കാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എക്സാമ്പിളായിട്ട് ലെങ്ത്, മാസ്, വെലോസിറ്റി, ടെമ്പറേച്ചർ, ഏരിയ, വോളിയം, ഡെൻസിറ്റി എക്സെട്ര ആർ മെഷറബിൾ ക്വാണ്ടിറ്റി. അളന്നു നോക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണെങ്കിലാണ് അതിനെയാണ് നമ്മൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റിയോ? എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ നോട്ട് ബി മെഷേർഡ് ഈസ് കോൾഡ് ആസ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി അത് നമുക്ക് അളന്നു നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ ലവ്, ലൈക്ക്, ഹറ്റ്, ഹേറ്റഡ്, അതുപോലുള്ള കുറേ കാര്യങ്ങൾ. Which of the following is not a physical quantity? Length, mass, time, air. എയർ ആണ് അല്ലേ? എയർ നമുക്ക് എന്താണ് അളന്നു നോക്കാൻ പറ്റത്തില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ആക്സലറേഷൻ, ലൈക്ക്, ഡിസ്ലൈക്ക്, ഹേറ്റഡ്. ആക്സലറേഷൻ ആണ്, സിമ്പിൾ ആണല്ലോ. ക്യൂരിയോസിറ്റി ലെഡ് ആസ് ടു. സയൻസ് ആണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ. ഇത് റിമൂവ്ഡ് ടോപ്പിക്കാണ്. റിമൂവ്ഡ് ടോപ്പിക്കാണ്. ഇനി നമുക്ക് ആദ്യത്തെ നമ്മളൊരു ഇതായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് പോവാം. അത് നമുക്ക് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി, എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓർ ഇൻ ടേംസ് ഓഫ് വിച്ച് എനി ലോസ് ഓഫ് ഫിസിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനി ക്വാണ്ടിറ്റി, ഏതൊരു ക്വാണ്ടിറ്റി അളന്ന് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ മാത്തമാറ്റിക്സ് യൂസ് ചെയ്തിട്ടോ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് വിച്ച് എനി ലോസ് ഓഫ് ഫിസിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത് നമുക്ക് ചുരുക്കാം. എനിക്കും ഡയറക്ട്ലി ഓർ any quantity that can be indirectly, any quantity that can be measured directly or indirectly is called physical quantity. ഇത്ര പഠിച്ചാൽ മതി. ഈ ഒരു ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, there are 2 type of physical quantity in SI system. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഫണ്ടമെൻ്റലും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി
which does not depend on any other physical quantity for its measurement is called fundamental physical quantity. A physical quantity which does not depend on any other physical quantity is called fundamental physical quantity. സിമ്പിൾ ആണല്ലോ. ഇനിയിപ്പം നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇതായിട്ടുള്ള SI യൂണിറ്റ്സ്, നമുക്ക് ആദ്യം തന്നെ SI യൂണിറ്റ്സ് പഠിച്ചാൽ എന്താണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് SI യൂണിറ്റ്സ് നോക്കാം ആദ്യം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഇത്രയും സാധനം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഈ ഒരു ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇത് SI യൂണിറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ സിമ്പിൾസും ആണ്. ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലാണ് പഠിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് SI യൂണിറ്റ്സിന് വരിക. ലെങ്ത്ത് മീറ്റർ ആണ് SI യൂണിറ്റ്. സ്മോൾ ലെറ്റർ M കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. മാസ് കിലോഗ്രാം ആണ്. kg സ്മോൾ ലെറ്റർ KM Gയും കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ടൈം സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ S ആണ്. തെർമോഡൈനാമിക്സ് ടെമ്പറേച്ചർ കെൽവിൻ ആണ്. സ്മോൾ ലെറ്റർ K ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOLE ആണ്. അത് ഇവിടെ വരുമ്പം MOL ആകുന്നുണ്ട്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില CD എന്നിവ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പം പ്ലെയിൻ ആംഗിൾ റാഡിയൻ ആണ്. RAD കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. രണ്ടാമത്തെ സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ ആണ്. SR കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ഫസ്റ്റത്തെ ഒരു ഇത് ആണ് ആംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ബൈ സർഫസ് അറ്റ് എ പോയിന്റ് കോൾഡ് സോളിഡ് ആംഗിൾ. ഈ ഒരു ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഈ ഒരു ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നുണ്ട് തോന്നുന്നു. വിച്ച് ഒരു മിനിറ്റടാ. നമുക്കിനി പ്ലെയിൻ ആംഗിൾ ആണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. പ്ലെയിൻ ആംഗിൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ എടുക്കുകയാണ്. സർക്കിൾ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു ആംഗിൾ കൂടി വരയ്ക്കുകയാണ്. ഇതാ ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇത്ര ഇതിലൊരു ആംഗിൾ വരച്ചു. ഈ ഒരു ഇതിൽ ആംഗിൾ ഞാൻ വരച്ചു. അപ്പം ആദ്യം നമ്മളിതെന്താണ് റേഡിയസ് ആണ്. ഇത് തീറ്റയാണ്. ഇതും റേഡിയസ് ആണ്. അന്നേരം ഈ ഒരു ഭാഗത്ത് എന്താണ് നമ്മൾ വരിക? ആർക്കാണ്. അപ്പോൾ കുട്ടികളെ, നമ്മുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ അത് നോക്കണ്ട കേട്ടോ, അത് SSCൻ്റെ ക്ലാസ്സാണ് അവിടെ പോകുന്നത്, നിങ്ങൾ കാര്യമാക്കണ്ട. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ
ആംഗിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു നമുക്ക് പ്ലെയിൻ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ് വരിക. ആർക്ക് ബൈ റേഡിയസ് വരും. അപ്പം തീറ്റ ഈക്വൽ ടു ആർക്ക് ഏതാണ് വരിക? L/R വരും. ഓക്കെ, ഇതന്നേരം പ്ലെയിൻ ആംഗിൾ അല്ലേ? പ്ലെയിൻ ആംഗിൾ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഒന്നുകൂടി പഠിക്കാനുണ്ട്? സോളിഡ് ആംഗിൾ. ഇതും സോളിഡ് ആംഗിൾ സെയിം കേസ് തന്നെ, ബട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സോളിഡ് ആംഗിൾ ഞാൻ വരച്ചു. അതിൽ ഞാൻ ഒരു കോണ് സെറ്റ് ചെയ്തു. കോണ് സെറ്റ് ചെയ്തു. ഇതേപോലെ ഒരു കോൺ സെറ്റ് ചെയ്തു. അന്നേരം സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് അത് ഹായായിപ്പോയി. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓം എന്ന് പറഞ്ഞാൽ ഇത് ഓം അല്ല, ഒമേഗയാണ്. ഒമേഗ സ്മോൾ ലെറ്റർ ഒമേഗയാണ്. അന്നേരം ഇത് ഈ ഒരു ഒമേഗ വരും. ഒമേഗ റേഡിയസ് ഇത് ഏരിയ ഇൻ്റർസെപ്റ്റഡ് വരും. അപ്പം സോളിഡ് ആംഗിൾ ഈക്വൽ ടു ഏരിയ ഇൻ്റർസെപ്റ്റഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഏരിയ ഇൻ്റർസെപ്റ്റഡ് ബൈ റേഡിയസ് സ്ക്വയർ. അത് ഒമേഗ ഈക്വൽ ടു എ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഇതിലായിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലേക്ക് പോകാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പം നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താ നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ കൂടിച്ചേർന്നോ, 2 or 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ കൂടിച്ചേർന്നോ ഉണ്ടാകുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റിയാണ്. എക്സാമ്പിൾ ഏരിയ, ഡെൻസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ, വർക്ക് എക്സെട്ര ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, സം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. വെലോസിറ്റി is equal to displacement by time, acceleration meter per second square. വർക്ക് എനർജി, വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. ഓക്കെ, ഇതെന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം, വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സിലറേഷൻ. എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരെന്താണ്? മെഷേർഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. The physical quantity which are expressed in term of more than one fundamental quantity are called എന്താണ്? derived quantity ആണ്. derived physical quantity. There are എത്ര dash fundamental unit? 7, 3, 6, 16. 7 ആണ്, നമുക്കറിയാം. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ് ഓൺ എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിലാണ് ആക്സിലറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അത് 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം.
or displacement by time square. Okay, charge is a quantity. Charge is a dash quantity. എന്ത് ക്വാണ്ടിറ്റി ആണ്? ഡിറൈവ്ഡോ ആണോ അല്ലെ ഫണ്ടമെൻ്റൽ ആണോ? നമുക്കറിയാം അത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. കറൻറ്റ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ് വരിക. അത് ചാർജ് ഈസ് ഈക്വൽ ടു കറൻറ്റ് ഇൻറ്റു ടൈം. ഇതാ ഇവിടെ ചാർജാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, മറ്റേ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്തതായിട്ട് യൂണിറ്റ്സ്. വാട്ട് ഈസ് എ യൂണിറ്റ്സ്? നമുക്ക് പോവാം. മെഷറബിൾ ക്വാണ്ടിറ്റി ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. മാസ്, ലെങ്ത്, ടൈം, ഏരിയ, ഫോഴ്സ്, പ്രഷർ എക്സെട്ര. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ടൈം. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ്. ഇപ്പം നമ്മൾ എഴുതുകയാണ്. ഇപ്പം നമുക്കിപ്പം കാണിക്കാനിപ്പൊരു കിട്ടുന്നില്ല. ഓക്കെ, കിട്ടി. ഇതാ നമ്മൾ ഇത് ചെയ്തൂലേ, 7 meter/second. ഇതിൽ ഇതാണ് മാഗ്നിറ്റ്യൂഡ്, ഇതാണ് യൂണിറ്റ്. Q ഈസ് ഈക്വൽ ടു NU എന്നാണ് നമ്മളിതിൽ പറയാം. 800 kg ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇത് എന്താവും? N ആവും. ഇതെന്താവും? U ആവും. ഓക്കെ, എക്സാമ്പിൾ. ഡിസ്റ്റൻസ് 25 കിലോമീറ്റർ ആണെങ്കിൽ 25 കിലോമീറ്റർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 25ഉം യൂണിറ്റ് എന്താവും? കിലോമീറ്റർ ആവും. ദിസ് ആക്ച്വലി മീൻസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 25 times മാഗ്നിഫിക്കേഷൻ ഓഫ് 1 kilometer. അത് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മടങ്ങ്, 1 കിലോമീറ്ററിന് 25 മടങ്ങാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യൂണിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണിത്. വാട്ട് ഈസ് യൂണിറ്റ്? എന്താണ് ഒരു യൂണിറ്റ് എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണിത്. യൂണിറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റെഫറൻസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. അതെന്തിന് യൂസ് ചെയ്യുന്നത്? മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. ഓക്കെ, ഇനി യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് എനി ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സർട്ടൻ ബേസിക് arbitrarily chosen internationally accepted reference standard is called units. അപ്പം നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വെട്ടിക്കളയാം. നമുക്ക് ബെസ്റ്റ് ഡെഫിനിഷൻ ഇതാണ്, ഇത് പഠിച്ചാൽ മതി. The unit for the fundamental quantity are called fundamental units. The unit for all other physical quantity can be expressed as combination of fundamental units are called derived. ഇതൊന്നും മറ്റേ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഇമ്പോർട്ടൻ്റ് തിങ്സ് ആണ്, കാര്യമാക്കണ്ട. അപ്പം യൂണിറ്റിൽ തന്നെ ഇൻ സം റോങ് വേ യൂണിറ്റ് വർക്ക് കൺസിഡർഡ് വേർ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ടു ബി മെഷർഡ്. ലെങ്ത് വാസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ് ബട്ട് ഓൾ ഹാൻഡ് ആർ സ്ലൈറ്റ്ലി ഓഫ് ഡിഫറെൻറ്റ് സൈസ്. ഓക്കെ, അത് ചെറിയൊരു ഇതാണ്, അത് നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ് ആണ്. ദ യൂണിറ്റ് മസ്റ്റ് ബി ഓഫ് സ്യൂട്ടബിൾ സൈസ് ആൻഡ് ഈസിലി അവൈലബിൾ. ഒരു യൂണിറ്റ് എന്നത് ഒരു സ്യൂട്ടബിൾ സൈസിലും അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആവുന്നതുമാവണം. എ യൂണിറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ ആൻഡ് റീപ്രൊഡ്യൂസബിൾ അറ്റ് എനി പ്ലേസ് റിക്വയർഡ്. മൂന്നാമത്തത്, ദ യൂണിറ്റ് മസ്റ്റ് ബി യൂണിവേഴ്സലി ആക്സെപ്റ്റഡ്. ഒരു യൂണിറ്റ് എന്താണ്? ഈ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്, എല്ലാ രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്താണ്. എ ഫിസിക്കൽ യൂണിറ്റ് മസ്റ്റ് ബി ഇൻവേരിയബിൾ ആൻഡ് വെൽ ഡിഫൈൻഡ്. ഒരു ഫിസിക്കൽ യൂണിറ്റ് എന്നത് ഒരിക്കലും മാറുകയില്ല, വെൽ ഡിഫൈൻഡ് സാധനമായിരിക്കും. ഇറ്റ് ഷുഡ് നോട്ട് ബി പെരിഷബിൾ. നശിച്ചു പോകുന്നൊരു സാധനമല്ലത്. റിലേഷൻ ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി.
The numerical value obtained on measuring a physical quantity is inversely proportional to its unit. N inversely proportional to 1 by u ആണ് ഇവിടെ കാണിക്കുന്നത്. n1 u1 equal to n2 u2 ആണ്. Where n1 and n2 are the numerical values and u1 and u2 are the units of same physical quantity in different system. അതിൽ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ ഒരു ഇത്രയും കാര്യത്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് ആകെ വേണ്ടത് ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും അതിൽ സോളിഡ് ആംഗിളും എന്താണ് പ്ലെയിൻ ആംഗിളും അത്രയും വേണം. പിന്നെ യൂണിറ്റ്സിൽ ക്യൂ ഈക്വൽ ടു എൻ യു എന്ന് പറഞ്ഞ ഈ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഇതിൽ വേണ്ടത്. സോ ബാക്കിയൊന്നും നമുക്ക് വേണ്ട ഒരു സാധനം അല്ല എന്നത് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും പഠിച്ചു വെക്കുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ഇനിയിപ്പം ഡാഷ് ഈസ് എ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഒരു സാധനം നമ്മളെ മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? ഡിറൈവ്ഡ് ആയിരിക്കില്ല, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരിക്കില്ല. ക്വാണ്ടിറ്റി യൂണിറ്റ്സ് അതിലേതെങ്കിലുമൊക്കെ ആവാം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും, ക്വാണ്ടിറ്റി ആണോ യൂണിറ്റ് ആണോ എന്ന് എക്സാമിന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. നോക്കണ്ട, നമ്മൾ ക്വാണ്ടിറ്റി ഇതിൽ പഠിക്കുന്നില്ല, അപ്പം യൂണിറ്റ് ആണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഒരു സാധനമാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് വേരിയസ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. FPS സിസ്റ്റം ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. CG സിസ്റ്റം സെൻറ്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ്. MK സിസ്റ്റം മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. ഈ ഒരു ഇത്രയും നമുക്ക് ഇപ്പം പഠിക്കാനുള്ളത്. FPS എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക, ഫ്രഞ്ച് സിസ്റ്റമാണ്. ഓക്കെ, CG സിസ്റ്റം ഫസ്റ്റ് നമ്മൾ പഠിക്കുക. CGS ഇത് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷ് അല്ല, CGS ബ്രിട്ടീഷ് ആയിരുന്നു. CGS സെൻറ്റിമീറ്റർ, സോറി അതല്ല ഫ്രഞ്ച്. ഇത് CGS, FPS, MKS ആണ്. ഏതായിരുന്നു അതിൽ ഫ്രഞ്ച് വരിക? അതിൽ ഏതായിരുന്നു ഇത് വരുന്നത്? ഇതാണ് ഫ്രഞ്ച് വരുന്നത്. ഇതാണ് ഫ്രഞ്ച്. യെസ്, ഫ്രഞ്ച് യൂണിറ്റ് ആണ് ഇത് വരുന്നത്. സെൻറ്റിമീറ്ററിന് നമ്മളുടെ ലെങ്ത്തിൻ്റെ ആണ്. മാസ് ഗ്രാം ആണ്. ടൈം സെക്കൻഡ് ആണ്. അപ്പം MKS മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. മീറ്റർ ലെങ്ത് ആണ്, കിലോഗ്രാം മാസാണ്, സെക്കൻഡ് ടൈമാണ്. FPS ഫൂട്ട് ലെങ്ത് ആണ്, മാസ് പൗണ്ടും, സെക്കൻഡ് ടൈമും. ഇത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഓർ ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പം നമുക്കിതൊരു ടാബുലാർ ആക്കിയിട്ട് നമുക്ക് പഠിക്കാം. നമുക്കെന്താക്കാം, എഴുതി നമുക്ക് ടാബുലാർ ആക്കി പഠിക്കാം. വരാം. ഓക്കെ, ഇതിൽ ലെങ്താണ്, ഇതിൽ മാസും മറ്റേതിൽ ടൈമുമാണ്. എത്ര എണ്ണം നമുക്ക് പഠിക്കാറ്? 3 അല്ലേ? CGS, FPS, MKS ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. CGS ഫസ്റ്റ് എന്താ വരിക? സെൻറ്റിമീറ്റർ ആണ്, CM ആണ്. മാസിൽ ഗ്രാം വരും. ടൈമിൽ എന്താണ്? സെക്കൻഡാണ് വരിക. അന്നേരം അതുപോലെ തന്നെ FPS എന്താണ്? ഫൂട്ട് വരും, അല്ലെങ്കിൽ ഫീറ്റ് വരും. ഫൂട്ട് അല്ലെങ്കിൽ ഫീറ്റാണ് അതിൽ വരിക.
മാസം എന്തായിരിക്കും വരിക? പി അല്ലേ, പൗണ്ട് ആയിരിക്കും വരിക. പൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അതൊരു കേൾക്കാത്തൊരു സാധനമാണ് പൗണ്ട്. പൗണ്ടും അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ആണ് വരിക. സെക്കൻഡ്. എം കെ എസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അതുപോലെ തന്നെ കെ കിലോഗ്രാം ആണ്. എസ് സെക്കൻഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ വരിക. അപ്പം അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം വന്നത് എന്താണ്? ബട്ട് വെൻ ദ സയൻറ്റിസ്റ്റ് യൂസ്ഡ് ടു മീറ്റ് ഇന്റർനാഷണലി ദേ ഹാഡ് എ പ്രോബ്ലം. വൈ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? So they finally came to conclusion by general conference on weight and measurement in 1971 for international usage in scientific, technical, industrial and commercial work at France. ഫ്രാൻസിലാണ് ഇതുണ്ടായത്. They introduced an international system of unit called System of Unit International. അത് SI units ആണ് നമ്മൾ വിളിക്കുന്നത്. SI units. SI യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് SI യൂണിറ്റ്സിൽ? ലെങ്ത്, മാസ്, ടൈം, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക്സ് ഓർ ടെമ്പറേച്ചർ. പിന്നെ ഏതായിരുന്നു ഒന്നുകൂടി നമുക്ക് വരുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ കൺസെപ്റ്റിലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് നമുക്ക് ഒന്നുകൂടി വരുന്നത്. ഓക്കെ. Which of the following are characteristics of units? The unit must be universally accepted. It must be invariable and well defined. Sorry. ഇത് correct ആണ്. It must be suitable size and easily available. All the above are correct ആണ്. Rules for using symbol of SI units. Rules for using symbol of SI units. Full name of units, even if they are named after scientists, should not be written with initial capital letter. Newton, but not Newton ആണ്. N capital ഒരിക്കലും വരില്ല. Simple for unit named after scientists should have a capital letter. N for Newton, W for watt, ampere. അത് നമ്മൾ യൂണിറ്റിൽ വരുമ്പോൾ യൂണിറ്റിലെ കേസിലാണിത്. ഓക്കെ. പങ്ക്ച്വേഷൻ മാർക്ക് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിമ്പിൾ ഓഫ് യൂണിറ്റ്സ്. എക്സാമ്പിൾ 100 kg അല്ലാതെ 100 ഡോട്ട് kg ഡോട്ട് അയ്യൊരിത് വരരുത്. Simple for unit should not take plural form. 100 newtons is 100 n but not 100. അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമുക്ക് ഈ ഒരു ടോപ്പിക് ഇല്ല. റേഞ്ച് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് ഇപ്പോൾ വരുന്നില്ല. സോറി റേഞ്ച് ഓഫ് ലെങ്ത് അല്ല, ലെങ്ത്തിൻ്റെ മെഷറബിൾ ആണുള്ളത്. റേഞ്ച് ഓഫ് ലെങ്ത് ടോപ്പിക് ഉണ്ട്, മാറിപ്പോയി. The size of the object we come across in the universe vary over very wide range. Okay, അതിൽ size of the object vary from the order of 10 raised to minus 40 meter to 10 raised to 26 meter. We also use certain special length units for short and large lengths. These are, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ വേണ്ടാത്തൊരു കാര്യങ്ങളാണ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. 1 Fermi is equal to 10 raised to minus 15 meter. 1 angstrom, 10 raised to minus 10 meter. 1 astronomical unit. Average distance of the sun from the earth 1.496 into 10 raised to 11 meter ആണ്. 1 light year 9.46 into 10 raised to minus 10 raised to 15. Distance that light travel from with velocity of 3 into 10 raised to 8 meter per second in 1 year.
ഇതെന്താണ് ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ്, ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഇത് 3 × 10⁸ എന്നുള്ള ഒരു ഇതിൽ എന്താണ് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഇതാണ് ഡിസ്റ്റൻസ് ആണ്. 1 പാർസെക്. 1 പാർസെക് എന്ന് പറയുമ്പോൾ വേറെ എന്താ വരിക? പാരലലാണ് അല്ലേ? പാരലാറ്റിക് സെക്കൻഡ് ആണ്. പാരലാറ്റിക് സെക്കൻഡ്. 1 പാർസെക് 3.08 × 10⁻60 മീറ്റർ ആണ് 1 പാരലാറ്റിക് സെക്കൻഡ്. Parsec is distance at which average radius of the Earth's orbits subtend an angle of 1 arcsecond. അതൊന്നും ആവശ്യമില്ല, അതാണ്. ഇനിയിപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. റേഞ്ച് ആൻഡ് ഓർഡർ ഓഫ് ലെങ്ത്. സൈസ് ഓഫ് പ്രോട്ടോൺ 10⁻⁻15. ഇതൊക്കെ കെമിസ്ട്രിയിലാണ് ആവശ്യം വരിക, നല്ലോണം പഠിപ്പിക്കുകയാണ്. പ്രോട്ടോൺ 10⁻⁻15 ആണ്. സൈസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ് 10⁻⁻14 ആണ്. സൈസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം 10⁻⁻10 ആണ്. ലെങ്ത് ഓഫ് ടിപ്പിക്കൽ വൈറസ് 10⁻⁻8 ആണ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് 10⁻⁻7. സൈസ് ഓഫ് റെഡ് ബ്ലഡ് കോർപ്പസൽ കോർപ്സ് 10⁻⁻5 ആണ് വരിക. അതുപോലെ തന്നെ തിക്നെസ് ഓഫ് എ പേപ്പർ 10⁻⁻4. ഹൈറ്റ് ഓഫ് ദ മൗണ്ട് എവറസ്റ്റ് എബോവ് സീ ലെവൽ 10⁻⁴ ആണ് വരിക. റേഡിയസ് ഓഫ് ദ എർത്ത് 10⁻7. ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഫ്രം എർത്ത് 10⁻8. ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് 10⁻11. ഡിസ്റ്റൻസ് ഓഫ് പ്ലൂട്ടോ ഫ്രം ദ സൺ 10⁻13. നമ്മളെ ഗാലക്സിയുടെ സൈസ് 10⁻21. ഡിസ്റ്റൻസ് ഓഫ് ആൻഡ്രോമഡ ഗാലക്സി 10⁻22. ഡിസ്റ്റൻസ് ടു ദ ബൗണ്ടറി ഓഫ് ഒബ്സർവബിൾ യൂണിറ്റ് 10⁻26. അപ്പം ഇൻവെന്റ് ചെയ്തതിൽ 10⁻26 ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് യൂണിറ്റ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈം. ടൈമിൻ്റെ യൂണിറ്റ് അല്ലാത്തത് എന്താ? മൈക്രോ സെക്കൻഡ് ആണ്, ലീപ്പ് ഇയർ ആണ്, ലൂണാർ മന്ത് ആണ്. പക്ഷെ ലൈറ്റ് ഇയർ അല്ല. ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽ ഫ്രം വെലോസിറ്റി ഓഫ് 3 × 10⁻8 meter per second in 1 year. 1 Fermi is equal to 10⁻⁻7 ആണോ? അല്ല. 10⁻⁻5 ആണോ? അല്ല. ആണ്. സംഭവം 1 Fermi is equal to 10⁻⁻5 ആണ്. -15 ആണ്. പക്ഷേ ഇവിടെ ആങ്സ്ട്രോമിൻ്റെ ഇതിൽ വന്നുകൊണ്ട് 10⁻⁻10 ആയിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. Since 1 angstrom equal to 10⁻⁻10 meter ആണ്. Therefore 10⁻⁻5 angstrom is equal to 10⁻⁻5 × 10⁻10 meter is equal to 10 -5 -10 ചെയ്താൽ -50 meter. ഓക്കെ, എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. എ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് ഡിഫൈൻഡ് ആസ് ദ figure which is considered reasonably trustworthy number. അങ്ങനെയൊക്കെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താക്കാം, ഈ ഒരു നമുക്ക് ചെറിയൊരു കോഡിലൂടെ പഠിക്കാം. കൗണ്ട് അൺടിൽ ഡെത്ത്. ഇതിൻ്റെ റൂൾസ് പഠിക്കുന്നതിനുള്ളൊരു കോഡാണ് കൗണ്ട് അൺടിൽ ഡെത്ത്. അതിലെ ഈ റൂൾസ് ആണ്. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ് ഇൻ ഗിവൺ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ് വിത്തൗട്ട് എനി റിഗാർഡ് ടു ദ ലൊക്കേഷൻ ഓഫ് ഡെസിമൽ പോയിന്റ് ഇഫ് എനി. 18,452 അതിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. 1845.2 അല്ലെങ്കിൽ 184.52 ആണെങ്കിൽ അതിലെന്താണ് 5 ഡിജിറ്റ്സ് തന്നെ ഉണ്ട്, അതിൽ ചേഞ്ച് ഇല്ല. All zero occurring between 2 non-zero digits are significant without any regard to the location of decimal point if any. എന്നുവെച്ചാൽ 1,06,008 എന്ന് പറയുന്നാൽ ഇതിൻ്റെ ഇടയിൽ 2 ഇതാണ് വരുന്നത്. ഇവിടെ ഒന്നും വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. ആ 0 നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ അവിടെ 6 ആണ് വരിക. 106.008 അല്ലെങ്കിൽ 1.6008 ആണെങ്കിൽ 6 തന്നെ വരും. നമുക്ക് എന്താക്കുക, ഞാനിപ്പം
780 അല്ല, അത് നമുക്ക് മുന്നോട്ട് പഠിക്കാണ്ട്. 0 points അല്ല, if the number is less than 1, all 0 to the right of decimal point but of the first of non-zero digit are not significant. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് അണ്ടിൽ എത്തുകയല്ലേ പറഞ്ഞത്. നമ്മൾ 0 കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ഇല്ല, 1 സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇത് വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. അപ്പം 3 ഇവിടെ ഉള്ളത്. 308, 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണുള്ളത്. ഓക്കെ, all 0 to the right of decimal point are significant if they are not followed by any non-zero digit. ഇപ്പം ഇവിടെ 30.00 ആണ് വന്നത്. അപ്പം ഇത് 2, ഇത് 2, 4. ഓക്കെ, ഫസ്റ്റത്തെ ലെറ്റർ 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഓക്കെ, all 0 to the right of the last non-zero digit in a number having no decimal point are not significant. ഇവിടെ ഒരു പോയിന്റ് വന്നില്ല, ഇങ്ങനെയാണുള്ളെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റത്തെ 0 ഒഴിവാക്കി കളയാം. എന്നാൽ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. ജസ്റ്റ് സിമ്പിളാണ്. മോർ ദാൻ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഷോ മോർ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഷോ മോർ ദ ആക്യുറസി ആണ്. അപ്പോൾ പഠിക്കാനില്ല. ഇഫ് മെഷേർഡ് ക്വാണ്ടിറ്റി ഹാസ് n സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ദ റിലയബിൾ ഡിജിറ്റ് ഇൻ ഇറ്റ്സ് n സെയിം ആയിരിക്കും. ഓക്കെ, നമുക്കിതിൽ എന്താണ് ഇത് ഡിറ്റർമിൻ ചെയ്യാം. 0 നമ്മൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യില്ല, അതിലും സ്റ്റാർട്ട് ചെയ്യില്ല. 5, 7, 1, 8 4 എണ്ണാണുള്ളത്. അന്നേരം നമ്മൾ 4 എന്ന് എഴുതുന്നു. 93.26 93.26 വരുമ്പം 4 ആയി. അതുപോലെ തന്നെ 2.35 ഈ 10⁻10 10 എന്ത് വന്നാലും നിങ്ങൾ അത് വെട്ടിക്കളയാ, അത് കൗണ്ട് ചെയ്യരുത്. 10 എന്ത് വന്നാലും 10ന് പവറായിട്ട് 9 വന്നോട്ടെ, എന്ത് വന്നോട്ടെ, അതൊന്നും കൗണ്ട് ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഡിജിറ്റ് മാത്രമേ കൗണ്ട് ചെയ്യാവൂ. ഇവിടെ നമുക്ക് അന്നേരത്തിലാണ് 3 ആണ്. ഇവിടെ 1, 2, 3, 4, 5 ആണ്. ഓക്കെ, അപ്പം നമുക്കിതിൽ നോക്കാം. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.009 ഈസ് 1 അല്ലേ? യെസ്. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.400 ഈസ് 3 ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡാഷ് ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ആക്യുറസി ആണ്. അപ്പം പഠിക്കാനില്ല. അപ്പം ഇവിടം വരെ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലെടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റൗണ്ടിങ് ഓഫും ബാക്കി ഇതിലും ബാക്കി ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഓക്കെ ഗൈസ്.